ഹായ് ഓൾ ദിസ് കോക്ക്. നടികർ തിലകം എന്നായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ പേര്. മണി പസിക്കുന്ന മണി പസിക്കുന്ന മണി. പ്രഭു തമിഴ്നടൻ പറഞ്ഞതിൻ്റെ പ്രകാരം ആ പേര് മാറ്റി നടികർ തിലകം മാറ്റി നടികർ. ലാൽ ജൂനിയർ ഡയറക്ടർ, റൈറ്റർ സുവിൻ സോമശേഖർ. ലാൽ ജൂനിയറിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ. ടെക്നിക്കലി നല്ല സൗണ്ടാണ്, വളരെ റിച്ച് ഫ്രെയിംസ് ഉള്ള, വളരെ കളർഫുള്ളായിട്ടുള്ള. അതിലെടുത്ത് പറയേണ്ടത് ടൊവിയുടെ കോസ്റ്റ്യൂംസ്, അതുപോലെ തന്നെ സൗബിൻ്റെ കോസ്റ്റ്യൂംസ്, ബാലുവിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ നല്ല പൊളിയാണ്. കോസ്റ്റ്യൂംസ് ചെയ്തിരിക്കുന്ന ആളുടെ പേര് എക്ത ബത്തറ്റ്, അങ്ങനെയാണ് തോന്നുന്ന പേര്. അതുപോലെ ആൽബിയാണ് ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത്. നല്ല റിച്ച് ഫ്രെയിംസ്, കോസ്റ്റ്യൂമിനനുസരിച്ചുള്ള ലൈറ്റിങ് പരിപാടിയൊക്കെ ആയിട്ട് ഓരോ ഫ്രെയിംസും റിച്ചാണ്, ഭയങ്കര കളർഫുള്ളാണ്. പ്രത്യേകിച്ചും ഹൈ ഫീലിംഗ് കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് പാർട്ടി പരിപാടികൾ, വേരിയസ് പ്ലേസസ്, ഇപ്പോൾ ദുബായ് കഴിഞ്ഞാൽ മറ്റ് ഫോറിൻ കൺട്രീസ്, ഹൈദരാബാദ്, എല്ലാ സ്ഥലങ്ങളും അവിടെ പോണ സമയത്ത് ഈ ഫ്രെയിംസിൽ നമുക്ക് അതിൻ്റെ റിച്ച്നെസ്, ആ ഒരു വൈബ് കംപ്ലീറ്റ്ലി കാണാൻ പറ്റും. രതീഷ് രാജാണ് എഡിറ്റർ. പുള്ളി നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ മൂഡിനനുസരിച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സൻ ഗ്രേ പെരേരിയ, ഓൾസോ നേഹ എസ്റ്റാച്ച്, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഒറിജിനൽ സ്കോർ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഒരുപാട് റാപ്പ് സോങ്സ് ഉണ്ട്, ബേബി ജീൻ പാടിയ സോങ് ഉണ്ട്. ഇപ്പോഴത്തെ എല്ലാ പടത്തിലും ഈ റാപ്പും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ടൈറ്റിൽ തന്നെ ഒരു പഴയ കാല, ഒരു 1960s പഴയ ടൈറ്റിൽ കാർഡ്സ് കാണിക്കില്ല, അന്ധകാലത്തെ ആ ഒരു പരിപാടി, അങ്ങനെ ഒരു സാധനമാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ വന്ന് നസീർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂയുടെ പോർഷൻ കാണിച്ചുകൊണ്ട് സിനിമ തുടങ്ങുന്നത്, അതൊക്കെ വളരെ നന്നായിരുന്നു. ടൊവിയുടെ ഒരു സിമ്പിൾ ഇൻട്രോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ ആ ഒരു ഓറ കാണിക്കുന്ന, ആ ഒരു സ്റ്റാർഡം കാണിക്കുന്ന, പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ഷോർട്സ് ഉണ്ട്. അതിൽ തന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഒരു ട്രോയിലെ ബ്രാഡ് പിറ്റിൻ്റെയൊക്കെ പോലെ ഒരു ലുക്കുള്ള, ടൊവിയുടെ ബോഡി അറിയാലോ, സെറ്റാണ്. അപ്പോൾ കറക്റ്റ് ഒരു ബ്രാഡ് പിറ്റ് ലുക്ക് പിടിച്ചിട്ട് ഹെയറൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി പരിപാടി. അത് കഴിഞ്ഞ് അങ്ങോട്ട് പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ, എസ്പെഷ്യലി ഒരു കണ്ടംപററി സിനിമ ലൈഫ് എങ്ങനെയാണോ അതിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. എല്ലാം പച്ചക്കനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊടിയടിക്കുന്നതായി കഴിഞ്ഞാലും, സ്റ്റഫ് അടിക്കുന്നതായി കഴിഞ്ഞാലും, ഗേൾസിൻ്റെ പരിപാടികൾ കഴിഞ്ഞാലും, എല്ലാം പാർട്ടിങ് പരിപാടി, ഹൈ ഫ്ലൈ ലൈഫ് സ്റ്റൈല്, കൂടെ കുറേ സഹായികൾ. ബാലുവാണ് ടൊവിനോയുടെ സഹായി. സുരേഷ് കൃഷ്ണയുണ്ട് മാനേജറായിട്ട്. സുരേഷ് കൃഷ്ണ മാനേജറാണോ പ്രൊഫഷൻ കണ്ടുള്ളതാണോ അറിയില്ല, പുള്ളി വളരെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ടൈമിങ് കറക്റ്റായിരുന്നു, കോമഡി പരിപാടിയൊക്കെ. അങ്ങനെ സിനിമ എങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യം കുറച്ച് സമയം ഇത് അങ്ങ് കണക്റ്റായിട്ടില്ല. ഇത് ഇങ്ങനെ ടൊവിയുടെ കുറേ പരിപാടികൾ കാണിക്കുന്നു, ഒരു സ്റ്റാറിൻ്റെ ലൈഫും സിനിമയിൽ അഭിനയിക്കാനുള്ള സ്ട്രഗിൾസും, സ്റ്റാർഡത്തിൻ്റെ വാല്യൂ എന്താണ്, അല്ലാതെ എങ്ങനെ സ്റ്റാർഡം കിട്ടുന്നു എന്നൊക്കെയുള്ള കുറേ പരിപാടികൾ പറഞ്ഞ് പച്ചക്കാണ് കാണിക്കുന്നത്. എസ്പെഷ്യലി ഡയലോഗ്സ് എടുത്ത് പറയണേ. സിനിമക്കാർ നന്നായിട്ട് തോന്നിയ ദിവസം പറയുന്നുള്ളത് സെറ്റിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നതാണ്. അതങ്ങനെ തന്നെ പച്ചക്ക് കാണിക്കുന്നുണ്ട്. എല്ലാ വാക്കുകളും പറയുന്നുണ്ട്. മൈയുണ്ട്, കായുണ്ട്, കൂയുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. എല്ലാം പച്ചക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാൽ ജൂനിയറിൻ്റെ പടങ്ങൾ ഹണീബി മുതൽ നമ്മൾ കാണുന്നതാണ്. പുള്ളി അങ്ങനെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് ഫാമിലി ഓഡിയൻസിനൊക്കെ ഇത് എത്രത്തോളം ഡൈജസ്റ്റ് ആവുമെന്ന് അറിയില്ല. ബട്ട് പേഴ്സണലി ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. കാരണം അങ്ങനെ സിനിമക്കാർ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കാണിക്കാമല്ലോ, അതിനിപ്പോൾ കുഴപ്പമെന്താ. ഇതിന് മുൻപേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഗ്യാങ് ഉണ്ടായിക്കഴിഞ്ഞാൽ സിനിമ ചെയ്യാൻ സുഖമാണ്. കാരണം എല്ലാവരും അവൈലബിൾ ആയിരിക്കും. ഒറ്റ കോളിന് പുറത്ത്, ഇപ്പോൾ പൃഥ്വിരാജൊക്കെ ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ അങ്ങനെ ഒറ്റ കോളിന് പുറത്ത് ആൾ വരുന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇവർ ഗ്യാങ്, ഇപ്പോൾ ലാൽ ജൂനിയർ, ഇവരൊക്കെ മഞ്ഞുമ്മൽ ബോയ്സുള്ള എല്ലാ ആൾക്കാരും ഇതിനകത്തുണ്ട്. എല്ലാ ആൾക്കാരും, സലീം കുമാറിൻ്റെ മകൻ ഉൾപ്പെടെ, സൗബിൻ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഇതിനകത്ത്. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഡയറക്ടർ ചിദംബരം ഇതിൽ ക്യാമിയായിട്ട് വന്നു പോയിട്ടുണ്ട്. സുഷിൻ ശ്യാം ഇതിൽ ക്യാമിയായിട്ട് വന്നു പോയിട്ടുണ്ട്. അതായത് ഇവർക്ക് അവൈലബിൾ ആണ്, എല്ലാവരും അവൈലബിൾ ആണ്. ഒരു ഫ്രെയിമിനകത്തേക്ക്, ഒരു സീനകത്തേക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് വളരെ കളറായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. പക്ഷേ പടം ഇങ്ങനെ വളരെ ചില്ലിങ് ആയിട്ട്, കളർഫുള്ളായിട്ട്, ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. കാരണം ടൊവിനോയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ, ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മാനസിക വ്യാപാരങ്ങളും വിചാരങ്ങളും, അദ്ദേഹത്തിനുണ്ടാകുന്ന മെൻ്റൽ കോൺഫ്ലിക്ട്സും, അദ്ദേഹത്തിനകത്തെ ഹ്യൂമനും, അദ്ദേഹത്തിനകത്തെ ആക്ടറും സ്റ്റാറും, ഇതിൻ്റെയൊക്കെ പല ലേയേഴ്സ് വേണ്ട സാധനമാണ്. അങ്ങനെ ഒരു ഡെപ്നെസ് ഈ പടത്തിനില്ല. ആ ഏരിയ നോക്കുന്ന സമയത്ത് പടം വളരെ ഫ്ലാറ്റാണ്. വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാമെന്നല്ലാതെ ഇമോഷണലി കണക്റ്റായിട്ട് നമ്മൾ പടത്തിൻ്റെ കൂടെ സഞ്ചരിച്ച്
ഡേവിഡ് പടിക്കൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കൂടെ നമ്മളെ കടത്തിവിടുന്ന തരത്തിലേക്കുള്ള ഒരു ലെവലിലേക്ക് പടം പോയിട്ടില്ല. അവിടെയാണ് ആ ഏരിയയിലാണ് പടം ലോ വന്നത്. അതൊരിക്കലും ടൊവിനോയുടെ പെർഫോമൻസിൻ്റെ അപര്യാപ്തതയല്ല. ടൊവിനോ കിഡുമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഒരേ സമയം ആക്ടറായിട്ടും, അതായത് ഡേവിഡ് പടിക്കൽ എന്ന് പറഞ്ഞ ആക്ടറായിട്ടും ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന മനുഷ്യനായിട്ടും ആ രണ്ട് കോൺഫ്ലിക്റ്റും ഡ്യുവലിറ്റിയും കൂടെ കൃത്യമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് സിനിമയൊക്കെ പറയുന്ന സമയത്ത് ഇവർ പ്രതീക്ഷിച്ചത് ആ സീന് കഴിയുമ്പോഴത്തേക്ക് വൻ കയ്യടിയാണ്. പക്ഷേ അയ്യോ എന്തെന്തോ കാണിച്ച് വെച്ചിരിക്കുന്നു തോന്നുന്ന അവസ്ഥയിലായിരുന്നു. അവിടെ അനൂപ് മേനോൻ എന്ന് പറയുന്ന ഫാക്ടർ, പുള്ളിക്ക് തീരെ വയ്യ കേട്ടോ. എത്ര കാലമായി അനൂപ് മേനോനായിട്ട് തന്നെ അഭിനയിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് പുള്ളി എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ? ഒന്നാമത് ലാലേട്ടൻ ലൈറ്റാണ്. എന്നിട്ട് വന്നിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ലാസ്റ്റ് കുറേ ഭയങ്കര ഡ്യൂറേഷനും ആ സീന്. ആൾക്കാർ ഇത് കണ്ടിരിക്കേണ്ടത് എത്ര സമയം ഇത് ടൊവിനോയുടെ ചൈൽഡ്ഹുഡും അതുപോലെ തന്നെ ആ കോൺഫ്ലിക്റ്റും മോം സൺ കോൺഫ്ലിക്റ്റും ഫാമിലി കോൺഫ്ലിക്റ്റും ഇതെല്ലാം കൂടെ കാണിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്ത് പടം അങ്ങനെ പോയി അവിടെ എത്തിയപ്പോൾ പടം അങ്ങ് ബ്ലോക്കായിപ്പോയി. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് അയ്യോ ഇതങ്ങ് തീർന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പോയി കാര്യങ്ങൾ. അവിടേക്കാണ് പടം വല്ലാതെ ലോ ആയിട്ടുള്ളത്. ടൊവിനോയുടെ ക്യാരക്ടർ കഴിഞ്ഞാൽ ഡേവിഡ് പടിക്കൽ കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളതും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് സൗബിൻ ചെയ്ത ക്യാരക്ടറാണ്. വളരെ യുണീക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ആ ക്യാരക്ടർ പലപ്പോഴും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം ആ ക്യാരക്ടറിന് ഒരു കൺസിസ്റ്റൻസി ഇല്ല. പല സ്ഥലത്തും വളരെ സീരിയസ് അപ്രോച്ചായിട്ട് വന്നൊരു ക്യാരക്ടർ പിന്നെ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നത്. പിന്നെ ഇവർ തമ്മിൽ അറിയുന്ന ആളുകൾ തമ്മിൽ പരസ്പരം പെരുമാറില്ലേ. ഇപ്പോൾ ടൊവിനോയും സൗബിനും ബാലുവും ഇവരെല്ലാം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു നോർമലി അവരായിട്ട് തന്നെ സംസാരിക്കുന്ന തരത്തിലേക്ക് പല സമയത്തും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ സൗബിൻ്റെ ക്യാരക്ടർ എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. ബോത്ത് സൗബിൻ്റെ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. സ്ത്രീ കഥാപാത്രങ്ങൾ അധികമൊന്നുമില്ല, ഭാവനയുണ്ട്, പ്രത്യേകിച്ചൊരു കാര്യമില്ല, വെറുതെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല ക്യാരക്ടറിന്. ദിവ്യ പിള്ളയുണ്ട്, പിന്നെ നമ്മുടെ രഞ്ജിത്ത് റൈറ്റർ, മഞ്ജുഷ് അതോ വേണ്ട മഞ്ജുഷ് അവരുടെ വ്യഥ. രഞ്ജിത്തിനൊക്കെ സ്ലോ മോഷൻ, രഞ്ജിത്തിന് നടക്കാൻ തന്നെ വയ്യ, എന്നിട്ട് സ്ലോ മോഷൻ പുള്ളിയുടെ ഒരു ഓറ കാണിക്കൽ, പുള്ളിയുടെ ഒരു മാസ് കാണിക്കൽ, അത് രഞ്ജിത്തനായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ കുറേ ക്രിഞ്ച് പരിപാടിയൊക്കെ അതിനകത്തുണ്ട്. ഗണപതി ഇതിലൊരു കാസർഗോഡ് ആളായിട്ടാണ്, റിച്ച് ഒരാൾ കാസർഗോഡ് സ്ലാങ് പിടിച്ച് ഗണപതി ചെയ്തിട്ടുണ്ട്, അത് കൊള്ളായിരുന്നു. പിന്നെ കുറേ പേരുണ്ട്, സ്മിനു സിജോ, ചന്തു സലീംകുമാറിൻ്റെ ഓൾറെഡി പറഞ്ഞല്ലോ, ചന്തു സലീംകുമാർ നന്നായിട്ടുണ്ടായിരുന്നു. കളയിൽ ടൊവിയുടെ കൂടെ അഭിനയിച്ച സുമേഷ് മോർ, നമ്മുടെ ബിഗ് ബോസ് സ്യൂഡോ സയൻസിൻ്റെ വക്താവ് രജിത് കുമാർ, പുള്ളിയുടെ വേഷം നന്നായിരുന്നു. എടുത്തു പറയേണ്ടത് സുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ യുവനടനുമായ ഹൈദരാലി ഇതിൽ ഒരു മികച്ച വേഷം ചെയ്തിട്ടുണ്ട്. ഇനി ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്, സിനിമയിലെ ക്യാരക്ടറല്ലേ, മറ്റ് സിനിമകളുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അഭിനയിച്ച ആളുകൾ ജംഗ്ലി റമ്മി, താടിലാൽ, ജൂനിയർ ലാലിൻ്റെ അച്ഛൻ, പിന്നെ മണിക്കുട്ടൻ, പിന്നെ ഏതോ പട്ടാളപ്പടം കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ മേജർ രവിയെ കാണിച്ചിരിക്കും. ധ്യാൻ, വത്സേ ബാബു, ഷൈൻ ടോം, മാല പർവതി, ദിനേശ് പണിക്കർ, ഇന്ദ്രൻസ്, ഇങ്ങനെ ഒരു ലോഡ് ആൾക്കാർ ഇതിനകത്ത് മുഖം കാണിച്ച് പോയിട്ടുണ്ട്. സുരേഷ് കൃഷ്ണയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കോള് വരെ പല ആൾക്കാരും വിളിക്കും. കേരളത്തിൽ സിനിമാക്കാർ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന നമ്പർ സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു കോള് വരുമ്പോൾ പറയുന്നുണ്ട് ഉണ്ണി ബി ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞാണ്. പിന്നെ FK കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സിനിമയ്ക്കുള്ളിലെ ഒരുപാട് കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ല മലയാള സിനിമയിൽ. പിന്നെ റിവ്യൂസിനെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടൊന്നുമില്ല. ഇത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് ടൊവിനോയുടെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ പരിപാടികളാണ്. എസ് എ ഹോൾ ലാൽ ജൂനിയറിൻ്റെ ടിപ്പിക്കൽ മേക്കിംഗ് പാറ്റേണുള്ള ഒരുപാട് വൈബിങ് സീനുള്ള, ചില്ലിങ് സീൻസുള്ള, വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന, കളർഫുള്ളായിട്ടുള്ള, റിച്ച് ഫ്രെയിംസ് ഉള്ള, നല്ല സ്കോറുള്ള ഒരു പടം. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ കണ്ടൻ്റ് ആയിട്ടുള്ള ഈ ടൊവിനോയുടെ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിൽ, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം കൈയടിക്കണം എന്ന് അവർ ചെയ്ത സീനിന് കൈയടിക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല. ആ സീനൊക്കെ കഴിഞ്ഞാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു ചക്ക കുഴഞ്ഞ പോലെ കുഴഞ്ഞു കിടക്കുന്ന ഒരു പടം.